ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ഫോട്ടോ കണ്ടു. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. എനിക്ക് ഐ മേക്കപ്പ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ചു റീക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ചിലപ്പോൾ അതുപോലെ തന്നെ വരണം എന്നൊന്നുമില്ല, ബട്ട് എങ്കിലും ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓരോ തെറ്റുകളിലൂടെയും തന്നെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഞാനിപ്പോൾ പഠിക്കുന്നത് കോസ്മെറ്റോളജി കോഴ്സാണ്. ഹെയർ, സ്കിന്ന്, മേക്കപ്പ് ഇതിൻ്റെ മൂന്നിൻ്റെയും അഡ്വാൻസ് എടുത്തിട്ടുണ്ട്. ഇന്നെന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ ക്ലാസ് ആയിരുന്നു. എൻ്റെ ഗാലറിയിൽ സ്ക്രീൻഷോട്ട് കൊണ്ട് മൊത്തം നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് മേക്കപ്പിൻ്റെ ഫോട്ടോസ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അതൊക്കെ പരീക്ഷിക്കാൻ കിട്ടിയ മറ്റൊരു ദിവസം കൂടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ UG കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഫീൽഡാണ് ഞാനിനി ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിക്ക് മൊത്തം എതിർപ്പുണ്ടായിരുന്നു. പോരാത്തതിന് പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരം ആളുകൾ ചോദിക്കുന്നൊരു പരിപാടിയില്ലേ, ഇപ്പം എന്ത് ചെയ്യുന്നു, കോസ്മെറ്റോളജി എന്നങ്ങാനും പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് സൈക്കോളജി ബാക്കി കണ്ടിന്യൂ ചെയ്തു പോകുന്നില്ല, എന്തുകൊണ്ട് PG എടുക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറേ ചോദ്യത്തിന് ആദ്യമൊക്കെ ഞാൻ ചിരിച്ചോണ്ടായിരുന്നു നിന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം ഈ ഫീൽഡാണ്, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പോലും ഞാൻ PG കണ്ടിന്യൂ ചെയ്ത് പോകാത്തതിന് എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല, കുറ്റബോധവും ഇല്ല. കാരണം ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫീൽഡ് അത്രയും എൻജോയ് ചെയ്താണ് പഠിക്കുന്നത്. പണ്ടൊക്കെ രാത്രിയും വെളുപ്പാരാവിലെ എണീച്ച് പഠിക്കുന്ന പരിപാടിയേ എനിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി ആയാലും വെളുപ്പാരാവിലെ ആയാലും പഠിക്കാനുള്ളത് പഠിച്ച് തീർത്തിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, മറ്റുള്ളവരെ പേടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യാതെ മടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഇനി സ്റ്റാർട്ടിങ് ചെയ്യണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എനിവേ, സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പിന്നത്തെ കാര്യമാണ്. ആ ഒരു ജേർണിയിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് ഹോപ്പും ഹാർഡ് വർക്കും. ഈ രണ്ട് കാര്യങ്ങളും കൈവിടാനേ പാടില്ല. എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐ ലുക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പം ബൈ.